വയനാട്ടിലെ തണുപ്പ് ഓരോ ദിവസം കൂടുമ്പോഴും കൂടി വരികയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്വെറ്റർ ഇടാതെയൊന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോയിട്ട് അകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രാത്രി തന്നെ ഞാൻ രാവിലത്തേക്ക് എന്ത് വേണമെന്ന് പ്ലാൻ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ ഏകദേശം സിമ്പിളാണ് കേട്ടോ. അപ്പം ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്ന, കാരണം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ അമ്പു അവൻ നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട്. ചോറിൻ്റെ വെള്ളം കുറേ നേരം വെച്ചിട്ട് ഈ നേരം വരെ തിളച്ചിട്ടില്ല, കാരണം അത്രമാത്രം തണുപ്പല്ലേ അല്ലേ. അങ്ങനെ അമ്പുവാവനെ വെച്ചിട്ടാണ് ഇനി ഇവിടുത്തെ യുദ്ധം മൊത്തം. അങ്ങനെ ഇന്ന് കറിക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയാണ് വെക്കുന്നത്. ഉണക്ക മീൻ സ്രാവാണ് കേട്ടോ തേങ്ങ അരച്ച് വെക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ ഇന്ന് ആ കറി വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടോ. കാരണം ചട്നി എല്ലാം കൂടി അരക്കണ ഈ തണുപ്പത്ത് പറ്റൂല. തണുപ്പത്ത് തേങ്ങ ചിരവുക എന്ന് പറയുന്നത് എനിക്ക് വല്ലാത്തൊരു ടാസ്ക് ആയത് കാരണം മീൻകറി വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ ചോറിന് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അരിയും കൂടി അങ്ങോട്ട് കഴുകിയിടുന്നുണ്ട്. അരിയൊന്നും കഴുകാൻ പോലും പറ്റുന്നില്ല, കാരണം വെള്ളത്തിൽ തൊടുമ്പോഴത്തേക്കും ഐസും കട്ടയാവുകയാണ് നമ്മുടെ കൈയല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഊട്ടി പോയിട്ടുള്ള സെയിം അവസ്ഥയാണ്, വെള്ളത്തിൽ കൈയിടാൻ പോലും വയ്യ. അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പതിവായിട്ട് ഇളം ചൂട് വെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് ശരീരത്തിന് നല്ലതായതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇഡ്ഡലിയെല്ലാം പൂ പോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. എത്ര തണുപ്പാണെങ്കിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ആക്കിയതിന് ശേഷം അച്ഛനും ദേവുനും ചായ കൊടുക്കുകയാണ് കേട്ടോ. അവർക്ക് ഇന്ന് രാവിലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ്, കാരണം സ്കൂൾ തുറന്നതിന് ശേഷം അവർക്ക് യൂണിഫോം പുതിയത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നല്ല യൂണിഫോം ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഏട്ടനും അനിയനും ഇതാ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. ഇവരുടെ പോക്കും നോക്കി ഞാനിങ്ങനെ കുറച്ച് നേരം നിൽക്കും. ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.